ജൂലി പാസ്സായി ഡാഡി. യാ. ജൂലി എന്റെ റിസൾട്ട് വരട്ടെ, ഞാനും പാസ്സാവും. ഞാൻ നിനക്ക് 1ാം ക്ലാസ് റെസ്റ്റ് വാച്ച് വാങ്ങിച്ചു. ബ്യൂട്ടിഫുൾ റെസ്റ്റ് വാച്ച്. ജൂലിയെ തുടർന്ന് പഠിപ്പിക്കണം. നമ്മൾ ലണ്ടനിൽ പോകുമ്പോൾ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. മാർഗരറ്റ്, സന്തോഷം കൊണ്ട് എനിക്ക് അല്പം പിടിക്കണം. പ്ലീസ് ഡാഡി, വേണ്ട ഡാഡി, വേണ്ട ഡാഡി. അയ്യോ, സന്തോഷം കൊണ്ട് ഒരല്പം. ഞാൻ തരുന്നത് മാത്രമേ കുടിക്കാവൂ, കൂടുതൽ ചോദിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ജൂലി, വാട്ട്സ് റോങ് വിത്ത് യു? നീ എന്താ ആരോടും ഒന്നും മിണ്ടുന്നില്ല? ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നത്തിങ് മമ്മി. ജോലി നല്ല സമയത്ത് തന്നെ എത്തി. ശശി ഇന്ന് പോവുക. എവിടെ പോകുന്നു? തിരുവനന്തപുരത്തേക്ക്. ചേട്ടനോട് ജോലി കിട്ടി. ശശി അവിടെ ചെന്നാൽ വളരെ കരുതലോടൊക്കെ ജീവിച്ചോണം കേട്ടോ. ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചേ കണ്ടമാനം ഒന്നും നടന്നു കളയരുതേ. ഒരുമിച്ചായാലും കണ്ടവാനം നടക്കേണ്ടവർ കണ്ടവാനം നടക്കാം, അല്ലേ ജോലി? പിള്ളേര് വലുതായാ പിന്നെ അവര് ഉപദേശിച്ച് നന്നാക്കാനും നോക്കണ്ട. ആ, രാഘുകാലം ആകുന്നതിന് മുമ്പേ പുറപ്പെട്ടോളൂ കുട്ടി. ദിവസവും വൈകിട്ട് അമ്പലത്തിൽ പോണം കേട്ടോ. ഞാൻ വരട്ടെ അമ്മേ. ഉഷേ, അവിടെ ചെന്ന് എത്തിയ ഉടനെ വിവരത്തിന് കമ്പി അടിക്കണം. ശരി അച്ഛാ. കം ജോലി, കം. എനിക്ക് ഉടനെ പോകണമെങ്കിൽ. പിന്നെ ഇങ്ങോട്ട് വന്നത്? ഉഷയെ കാണാൻ. വരൂ. ശശിചേട്ടൻ പോകുന്ന വിവരം നീ നേരത്തെ അറിഞ്ഞിരുന്നോ? ആ, ഏതായാലും സമയത്തിന് എത്തിയല്ലോ. എന്താ ഒരു മൗനം? ഒന്നുമില്ല ഉഷ. ബൈ ബൈ. ജൂലി, ജൂലി, എന്തു പറ്റി മോളെ? ജൂലി, എന്തു പറ്റി മോളെ? പറയൂ മോളെ, എന്തു പറ്റി? എന്നെ കൊല്ല് മമ്മി, എന്നെ കൊല്ല് മമ്മി. I'm so sorry മമ്മി. I'm very much sorry മമ്മി. I'm so sorry മമ്മി. ജൂലി, എന്തു പറ്റി മോളെ? എന്തു പറ്റി മോളെ? നിനക്ക് എന്തു പറ്റി? അയ്യോ, ആരാണ്?
ആരാണ് ആരാണെന്ന് Oh my God! കണ്ണുമുഖം തുടയ്ക്കൂ. ആരോടും ഇക്കാര്യം മിണ്ടിപ്പോരുത്. പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്റെ ഡാഡി പോലും അറിയരുത്. നിന്റെ മുഖഭാവത്തിൽ നിന്ന് പോലും ആരും സംശയിക്കരുത്. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. പോയി മോഹം കഴിയൂ. എനിക്കെന്തോ ഇന്ന് മനസ്സിനൊരു വല്ലായ്മ, ഒരു ദുഃഖം. അത് മറക്കാൻ വേണ്ടി എനിക്ക് ഇത്തിരി കുടിക്കണം. നിങ്ങൾക്ക് സന്തോഷം വരുമ്പോഴും കുടിക്കണം, സങ്കടം വരുമ്പോഴും കുടിക്കണം, വറീഡായിരിക്കുമ്പോഴും കുടിക്കണം. പിന്നെ എപ്പോഴാണ് കുടിക്കാതിരിക്കുന്നത്? നിന്റെ മദറും ഞാനും തമ്മിൽ പരിചയപ്പെട്ടിട്ട് 25 കൊല്ലമായി. ഇന്നാദ്യമായിട്ടാണ് യുക്തിപൂർവ്വം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കുടിക്കുന്നു. യെസ് മാം. ജൂലിയെ ഞാൻ ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് അയക്കാൻ പോവുകയാണ്, ഒരു ജോലിക്ക് വേണ്ടി. പഠിക്കട്ടെ. നോ നോ, അതിനുള്ള ഇൻകം വേണ്ടേ? ജിമ്മി പോയത് പിന്നീട് നിങ്ങളുടെ ശമ്പളം മാത്രമല്ലേ ഉള്ളൂ. അതിനവൾ എങ്ങനെ പഠിക്കും? വേണ്ടി വന്നാൽ ഞാൻ എന്റെ കാറ് വിറ്റേക്കാം. അത് ഞാൻ ആളെ തിരക്കുന്നുണ്ട്. അതിന് 1-2 കൂട്ടമൊന്ന് നോക്കി. അവര് പറയുന്നത് ആ കാർ ഇവിടുന്ന് എടുത്തോണ്ട് പോണെങ്കിൽ അതിനുള്ള ചെലവ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നമുക്കറിയാൻ പാടില്ല. എന്റെ കാർ ഫാറിനാണ്. നമുക്ക് മാളയോട് ശവസംസ്കാരം ഏർപ്പെടുത്തി അതിന് കാശൊന്നും കിട്ടൂല. ഞാൻ നിശ്ചയിച്ചു, ജൂലിക്കൊരു ജോലി വേണം. എന്റെ ഒരു ഫ്രണ്ടിന് എഴുതിയിരുന്നു. ഇന്റർവ്യൂവിന് വേണ്ടി ഞാനും ജോലിയും കൂടെ നാളെ എറണാകുളത്തേക്ക് പോവുകയാണ്. ഉദ്യോഗം കിട്ടിയാൽ ഞാൻ അവളെ അയക്കും. നീ എന്ത് പറയുന്നു?